يسمعون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ, ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി. ലോക മുസ്ലിമീങ്ങൾ ഒരു നേതൃത്വത്തിന് കീഴിൽ ഒരേ ആദർശവും വിശ്വാസവുമായി ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും. ഇസ്ലാമിനു പുറത്ത് ജാതി വർണ്ണ വിവേചനങ്ങൾക്കിടയിൽ ജീവിക്കുകയും പിന്നീട് ഇസ്ലാമിന്റെ സത്യവും മഹത്വവും മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച ഞാൻ നിങ്ങളോട് പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദീൻ അവതരിപ്പിച്ചിട്ടുള്ളത് ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുവാനോ വേർതിരിവുണ്ടാക്കുവാനോ അല്ല. ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ആദർശ സംഹിതയാണ് ഇസ്ലാമിൻ്റെത്. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഏറെ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും ഉണ്ടാക്കിയ വിഷയമാണ് ഖബറു സിയാറത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. ഖബർ സിയാറത്ത് വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിച്ചു നൽകിയത് നമ്മുടെ ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർക്കുവാനും മരിച്ചു മൺമറഞ്ഞു പോയ ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ്. എന്നാൽ ഇന്ന് മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുവാനും ഖബറാളികളോട് സഹായം തേടുവാനും ഖബറാളികൾക്ക് വേണ്ടി നേർച്ചയും വഴിപാടുകളും നടത്തുവാനും ഒക്കെയാണ് ഖബർ സിയാറത്തിന് ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. انذر آباءهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي للأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനൊരു ഖബർ സിയാറത്ത് അള്ളാഹുവിന്റെ റസൂലോ സച്ചരിതരായ സ്വഹാബാക്കളോ താബീങ്ങളോ തബൗ താബീങ്ങളോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ പേരിലല്ലേ ഇന്ന് പരസ്പരം ശത്രുക്കളെ പോലെ മുസ്ലിമീങ്ങൾ ഭിന്നതയിലും അഭിപ്രായ വ്യത്യാസത്തിലും കഴിയുന്നത്? അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരുന്ന സമയത്ത് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണെന്ന് വിശുദ്ധമായ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫഇൻ തനാസൗതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരികയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്ക് അഥവാ ഖുർആനിലേക്കും അതോടൊപ്പം തന്നെ അവന്റെ റസൂലിലേക്ക് സുന്നത്തിലേക്ക് മടക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലേക്ക് തിരിഞ്ഞാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി. തീർച്ചയായും എനിക്ക് ശേഷം ജീവിക്കുന്നവർ. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് ശേഷം ജീവിക്കുന്ന എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമാണ്. ഫസയറ ഇഖ്തിലാസൻ കസീറ. ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും കണ്ടെത്തുന്നതാണ്. അതേ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ദീനിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും കണ്ടെത്തുന്നതാണ്. അന്നേരം ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക. കാരണം മൻ യുതിഅ റസൂല ഫഖദ് അത്വ അല്ലാഹ്. ആരല്ലാഹുവിന്റെ റസൂലിനനുസരിച്ചുവോ അവർ അല്ലാഹുവിനനുസരിച്ചു. പ്രവാചകനനുസരിക്കുന്നതിലൂടെ നാം അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. തുടർന്ന് പറഞ്ഞു, വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്റെ സച്ചരിതരായ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ മാർഗവും നിങ്ങൾ സ്വീകരിക്കുക. തമസ്സഖു ബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അത് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. എന്താണ് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കാൻ വേണ്ടി പറഞ്ഞത്? നമ്മുടെ മുൻപല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ ഒന്ന് കുടഞ്ഞു വലിച്ചാൽ അത് പിടിവിട്ടു പോരും. പക്ഷെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ അത് സ്ട്രോങ് ആയി ബലമായിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ,
വ ഇയ്യാക്കും നിങ്ങൾ കരുതിയിരിക്കുക, വ മുഹ്ദസാത്തിൽ ഉമൂർ മതത്തിൽ പുതുനിർമ്മിതമായ കാര്യങ്ങളെ. കാരണം ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ തീർച്ചയായും മതത്തിൽ പുതുനിർമ്മിതമായ എല്ലാ കാര്യങ്ങളും ബിദ്അത്തുകളാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല ആ പുതുനിർമ്മിതമായ എല്ലാ കാര്യങ്ങളും വഴികേടുകളാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ ആ വഴികേടുകളെല്ലാം നമ്മെ നരകത്തിലേക്ക് നയിക്കുന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടുകൂടി വഹി നിലച്ചു. സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് തടുക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ യുദ്ധത്തിലും മറ്റുമായി അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട എത്രയോ സഹാബാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ കാണിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ആരുടെയെങ്കിലും കബറുകൾ കെട്ടിപ്പോക്കുകയോ കബറാളികളോട് സഹായം തേടുകയോ അവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തുകയോ ചെയ്തിട്ടില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും വരുന്നൊരു ഹദീസിന്റെ ആശയം, മൻ അമില അമലൻ യാതൊരുവൻ ഒരു കർമ്മം ചെയ്യുകയാണ്, ലൈസ അലൈഹി അംറുന അതാവട്ടെ നമ്മുടെ കൽപ്പനയിൽ പെടാത്തതാണെങ്കിൽ ഫഹുവ റദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാകാത്ത ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മൾ തയ്യാറായാൽ വിശ്വാസികളായ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാനും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും ഈ ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.